dear students, welcome back to the new session of database management system. So ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ ആണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് SQL കമാൻഡ്സ് ആണ് വരുന്നത്. SQL കമാൻഡ്സിലെ DDL കമാൻഡുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. DDL കമാൻഡ്സുകൾ 4 എണ്ണം നമ്മൾ പഠിച്ചു. ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, ട്രങ്കേറ്റ്, ഇങ്ങനെ 4 എണ്ണം നമ്മൾ പഠിച്ചു. ഈ 4 കമാൻഡുകളും നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യാം, ഈ ക്രിയേറ്റ് ചെയ്ത ടേബിളുകളിൽ എങ്ങനെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിൽ മോഡിഫിക്കേഷൻസ് വരുത്താം, കൂടാതെ എങ്ങനെ ഡ്രോപ്പ് ചെയ്യാം, അതായത് ഡിലീറ്റ് ടേബിളുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ DDL കമാൻഡുകളിൽ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ DML കമാൻഡുകളിലാണ് നോക്കാൻ പോകുന്നത്. DML കമാൻഡിലെ ഇൻസേർട്ട് ആൻഡ് ഡിലീറ്റ് കമാൻഡുകളാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ്, വാട്ട് ഈസ് DML കമാൻഡ്? സോ DDL കമാൻഡ്സ്, ദാറ്റ് ഈസ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു ടേബിളിൻ്റെ അല്ലെങ്കിൽ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഓർ DML കമാൻഡ്സുകൾ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ടേബിളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഡാറ്റേനെ മാനേജ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ DDL വെച്ച് കണ്ടു. അതുപോലെ കൺസ്ട്രെയിൻസുകൾ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതും ഓൾട്ടർ ചെയ്യാം എന്നുള്ളതും അതൊക്കെ നമ്മൾ DDL വെച്ച് കണ്ടു. ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിളിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റാസിനെ ആഡ് ചെയ്യുക, അതുപോലെ ഡിലീറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ ഒരു ടേബിളിൽ ഇൻസേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ടേബിളുകളിൽ ഇൻക്ലൂഡഡ് ആകുന്ന വാല്യൂസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡുകളാണ് DML കമാൻഡ്സ്. ഓക്കെ, ഇത് മെയിനായിട്ട് ഒരു ടേബിൾ അല്ലെങ്കിൽ ഡാറ്റാബേസിൽ വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ കമാൻഡുകൾ യൂസ് ചെയ്യുന്നത്. സോ മെയിനായിട്ട് 4 DML കമാൻഡുകളാണുള്ളത്. സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഇതെല്ലാം നമ്മൾ മുന്നത്തെ സെക്ഷനിൽ കേട്ടിട്ടുള്ളതാണ്. സെലക്ട് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിളിലെ ഡാറ്റാസിനെ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ കമാൻഡാണ് സെലക്ട് കമാൻഡ്. ഇൻസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിലേക്ക് ഡാറ്റേനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻസേർട്ട്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത ഡാറ്റേനെ അപ്ഡേറ്റ് ചെയ്യാൻ, ചേഞ്ച് ചെയ്യാനായിട്ടാണ് അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യണേ. കൂടാതെ ഡിലീറ്റ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഡാറ്റേനെ ഡിലീറ്റ് ചെയ്യാനാണ് ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ ഈ എല്ലാ കമാൻഡുകളും വർക്ക് ചെയ്യുന്നത് ഒരു ടേബിളിൽ ഇൻസേർട്ട് ചെയ്ത ഡാറ്റയുടെ മുകളിലാണ്. ഓക്കെ, അതാണ് DDLും DMLും തമ്മിലുള്ള വ്യത്യാസം. DDL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾ അല്ലെങ്കിൽ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതേസമയം DML കമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേബിളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ആ വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ, അതായത് ആ ടേബിളിൽ ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂസിലാണ് ഈ DML കമാൻഡുകൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ വരുന്ന ഫസ്റ്റ് കമാൻഡാണ് ഇൻസേർട്ട് കമാൻഡ്. സോ ഇൻസേർട്ട് കമാൻഡ് അല്ലെങ്കിൽ ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ആഡ് എ ന്യൂ റോ ടു എ ടേബിൾ. ഒരു ടേബിളിലേക്ക് പുതിയൊരു റോനെ ആഡ് ചെയ്യാനാണ് നമ്മൾ ഇൻസേർട്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കോളേജിന് ഒരു ഡാറ്റാബേസ് ഉണ്ട്. അങ്ങനെ ഒരു ഡാറ്റാബേസിൽ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടു. ഇനി നമുക്ക് ഓരോ ക്ലാസ്സിലെ കുട്ടികളെ ആഡ് ചെയ്യണം. സോ ഓരോ കുട്ടികളെയും കുട്ടികളുടെ പേര്, രജിസ്റ്റർ നമ്പർ, അവരുടെ അഡ്രസ്സ്, അങ്ങനെയുള്ള ഫീൽഡുകളൊക്കെ ഓരോ കുട്ടികളുടെയും എൻട്രി ചെയ്യണമെങ്കിൽ ഓരോ കുട്ടികളെയും ഓരോ റോ ആയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പോകണം. സോ ഇൻസേർട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടേബിളുകളിൽ ഓരോ റോയും ഇൻസേർട്ട് ചെയ്ത് വരുന്നത്. ഇൻസേർട്ട് കമാൻഡിൻ്റെ സിൻടാക്സ് ആണ്, ദാറ്റ് ഈസ് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. സിൻടാക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസേർട്ട് ഇൻ ടു ടേബിൾ ഏതാണോ ആ ടേബിളിൻ്റെ പേര്, ദെൻ നമ്മുടെ ആ ടേബിളിൽ ഏതൊക്കെ കോളംസ് ഉണ്ടോ ആ കോളംസ് എല്ലാം ജസ്റ്റ് ബ്രാക്കറ്റിൽ കോമ ഇട്ട് സ്പെസിഫൈ ചെയ്യാം. ദെൻ അടുത്തത് വാല്യൂസ് എഴുതിയതിന് ശേഷം ഈ ഓരോ കോളത്തിലും എന്താണോ നമ്മൾ വാല്യൂസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വാല്യൂസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കോമ ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ കോളം 1ലേക്ക് വാല്യൂ 1 അസൈൻ ചെയ്യും, കോളം 2ലേക്ക് വാല്യൂ 2 അസൈൻ ചെയ്യും, കോളം 3ലേക്ക് വാല്യൂ 3 അസൈൻ ചെയ്യും. അങ്ങനെ ഓരോ കോളത്തിലേക്കും ഓരോ വാല്യൂസ് അസൈൻ ചെയ്തിട്ട് ഒരു റോ ഫുള്ളായിട്ട് നമ്മുടെ ടേബിളിലേക്ക് ഇൻസേർട്ട് ആയി പോകും. ഓക്കെ,
ഇതാണ് ഇൻസേർട്ടിന്റെ ഒരു സിന്റാക്സ്. ഇത് കൂടാതെ അതായത് കോളം നെയിംസ് സ്പെസിഫൈ ചെയ്യാതെയും നമുക്ക് ഇൻസേർട്ട് കമാൻഡ് വർക്ക് ചെയ്യാം. അതിനുള്ള സിന്റാക്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം. ഈ ഒരു ഭാഗം ഒഴിവാക്കി, അതായത് കോളം നെയിം സ്പെസിഫൈ ചെയ്യാതെ തന്നെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ആ ഒരു ടേബിളിൽ എത്ര കോളംസ് ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനത്തെ ഒരു കേസിൽ ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം കോളംസ് സ്പെസിഫൈ ചെയ്യാതെയും ഇവിടുന്ന് അങ്ങോട്ടുള്ള കമാൻഡുകൾ മാത്രം മതി. ദാറ്റ് ഈസ് വാല്യൂസ്, ദെൻ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3, വാല്യൂ 1 ഇങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ രണ്ട് സിന്റാക്സും നമുക്ക് ഇൻസേർട്ട് എന്ന് പറയുന്ന കമാൻഡിന്റെ സിന്റാക്സുകളായിട്ട് യൂസ് ചെയ്യാം. ഈ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് കൺസിഡർ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് എന്നാണ് ആ ടേബിളിന്റെ പേര്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയാം. അത് വെച്ചിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്രിയേറ്റ് ടേബിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 ഫീൽഡാണ് ഉള്ളത്. പ്രൊഡക്റ്റ് നമ്പർ, നെയിം, പ്രൈസ്, ഇങ്ങനെ 3 ഫീൽഡുകളുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. സോ ഇങ്ങനെ ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് കമാൻഡ് വെച്ചിട്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാണ്. അതിനാണ് ഞാനിവിടെ അടുത്ത ലൈൻ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് ഇൻസേർട്ട് ഇൻടു പ്രൊഡക്റ്റ് വാല്യൂസ്. നമ്മളിവിടെ രണ്ടാമത്തെ സിന്റാക്സ് ആണ് യൂസ് ചെയ്യണേ. ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം വാല്യൂസ്, ദെൻ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇൻസേർട്ട് ഇൻടു ടേബിളിന്റെ പേര് പ്രൊഡക്ട്സ് എന്നാണ്. സോ ഇൻസേർട്ട് ഇൻടു പ്രൊഡക്ട്സ്, ദെൻ അതിനുശേഷം വാല്യൂസ്, എന്നിട്ട് എത്ര കോളം ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ 3 കോളാണ് ഉള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊഡക്റ്റ് നമ്പറിന് 1, നെയിമിന് ചീസ്, ദെൻ പ്രൈസ്, ഇവിടെ വാല്യൂ കൊടുത്തു. ഇങ്ങനെ 3 വാല്യൂ കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ SQL വാല്യൂ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇൻറ്റിജർ അല്ലെങ്കിൽ ന്യൂമറിക് ഡാറ്റ ടൈപ്പുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്പർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ ടൈപ്പുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ വാല്യൂസ് യൂസ് ചെയ്യാം. അതേസമയം ടെക്സ്റ്റ് ആയിട്ട് ക്യാരക്ടറോ അല്ലെങ്കിൽ വാർക്കാറോ ടെക്സ്റ്റോ അങ്ങനത്തെ ഡേറ്റോ അങ്ങനത്തെ വാല്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ സിംഗിൾ കോട്ട്സിലാണ് ആ വാല്യൂ കൊടുക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് അത് ഇൻസേർട്ട് ചെയ്യാനായാലും ഏത് കമാൻഡിൽ യൂസ് ചെയ്യുമ്പോഴും വാല്യൂസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ന്യൂമറിക് ആയിട്ടുള്ള വാല്യൂസ് ഡയറക്റ്റ് കൊടുക്കാം. അതേസമയം ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഡേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം കൊടുക്കുമ്പോൾ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ ആദ്യത്തെയും അവസാനത്തെയും വാല്യൂസ് എന്ന് പറയുന്നത് നമ്പർ റിലേറ്റഡ് ആണ്. സോ സിംഗിൾ കോട്ട്സിൻ്റെ ആവശ്യമില്ല. രണ്ടാമത്തെ ടെക്സ്റ്റ് റിലേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ സിംഗിൾ കോട്ട്സിൽ വേണം കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒന്നാമത്തെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള വാല്യൂ എന്താണോ അത് ഫസ്റ്റത്തെ കോളത്തിലേക്ക് അസൈൻ ചെയ്യും, രണ്ടാമത്തെ വാല്യൂ രണ്ടാമത്തെ കോളത്തിലേക്ക് അസൈൻ ചെയ്യും, മൂന്നാമത്തെ വാല്യൂ മൂന്നാമത്തെ കോളത്തിലേക്ക് അസൈൻ ചെയ്യും. അങ്ങനെ ഫസ്റ്റ് റോ നമുക്ക് ഇൻസേർട്ട് ആക്കി കിട്ടും. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്നുണ്ടെങ്കിൽ നമ്മുടെ ടേബിളിലെ കോളംസിൻ്റെ ഓർഡർ നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഓർഡറിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമ്മൾ വാല്യൂസ് കോമിട്ട് കൊടുക്കണം. ഇതിലെപ്പോഴും ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നാമത് കൊടുക്കുന്ന വാല്യൂ എന്താണോ അത് ഒന്നാമത്തെ റോയിലേക്കാണ് ഒന്നാമത്തെ കോളത്തിലേക്കാണ് അസൈൻ ചെയ്യുക, രണ്ടാമത്തെ ആള് രണ്ടാമത്തെ കോളത്തിലേക്ക് അസൈൻ ചെയ്യും, മൂന്നാമത്തെ ആള് മൂന്നാമത്തേലേക്ക്, നാലാമത്തെ ആള് നാലാമത്തേലേക്ക്, അങ്ങനെ ഓർഡറിലാണ് അസൈൻ ചെയ്ത് കൊടുക്കുക. സോ ഓർഡർ നമ്മൾ അറിഞ്ഞിട്ട് ആ ഓർഡറിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമ്മൾ വാല്യൂസ് കോമിട്ട് ഇവിടെ കൊടുക്കണം. അതാണ് ഈ സിന്റാക്സിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഇതേ കമാൻഡിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നാമത്തെ സിന്റാക്സ്, ഇവിടെ നമ്മൾ വേറൊരു സിന്റാക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ സിന്റാക്സ് യൂസ് ചെയ്തിട്ടും കൊടുക്കാം. ദാറ്റ് ഈസ് ഇവിടെ ഞാൻ ഇൻസേർട്ട് ഇൻടു പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതിപ്പോൾ കൊടുക്കുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്താണോ നമ്മുടെ ടേബിളിലെ കോളംസിൻ്റെ ഓർഡർ അതേ ഓർഡറിൽ തന്നെ കൊടുക്കണം. പക്ഷേ എനിക്ക് ഇങ്ങനെയല്ല കോളംസിന് മാറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു സിന്റാക്സ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഇവിടെ നോക്കൂ, ഇൻസേർട്ട് ഇൻടു പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോളം നെയിംസ് സ്പെസിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് നമ്പർ, നെയിം, പ്രൈസ്, ഈ കോളം നെയിംസ് സ്പെസിഫൈ ചെയ്തു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോളം നെയിംസ് സ്പെസിഫൈ ചെയ്തു. അതിനുശേഷം വാല്യൂസ് എഴുതിയിട്ട് എന്താണോ ഇതിന് കറസ്പോണ്ടിങ് വാല്യൂസ് അത് ഇവിടെ കൊടുക്കുക. പ്രൊഡക്റ്റ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഒന്നാമത് കൊടുക്കുക, നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ചീസ് രണ്ടാമത് കൊടുത്തു, പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് മൂന്നാമത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്താലും നമുക്ക് ഇതേപോലെ തന്നെ റോ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, റോ ഇൻസേർട്ട് ആയി വരും. ഓക്കെ,
അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതേ ഓർഡറിലല്ല എങ്കിൽ, ദാറ്റ് ഈസ് എനിക്ക് ഇങ്ങനെ ഓർഡർ വേണ്ട എങ്കിൽ നെയിം, പ്രൈസ്, പ്രൊഡക്റ്റ് നമ്പർ ഇങ്ങനെ വേണമെങ്കിൽ ഈ കോളത്തിന്റെ ഓർഡർ മാറ്റാം. അതിനനുസരിച്ച് ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂസിന്റെ ഓർഡറും നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഫസ്റ്റ് കൊടുക്കുക, പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് കൊടുക്കുക, ആൻഡ് പ്രൊഡക്റ്റ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് തേർഡ് കൊടുക്കുക. സോ ഇങ്ങനെയും നമുക്ക് ഈ ഒരു കമാൻഡ് മാറ്റി കൊടുക്കാം. അതാണ് ഈ രണ്ട് കമാൻഡുകളുടെയും ഡിഫറൻസ്. ഫസ്റ്റ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളംസ് നെയിംസ് സ്പെസിഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ കോളം നെയിംസിന്റെ അതേ ഓർഡറിൽ തന്നെ നമ്മൾ വാല്യൂസ് കൊടുക്കണം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കോളം നെയിംസ് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഏത് ഓർഡറിൽ വേണമെങ്കിലും കോളം നെയിംസ് നമുക്ക് മാറ്റി സ്പെസിഫൈ ചെയ്യാം. ആ സ്പെസിഫൈ ചെയ്തതിന്റെ ഓർഡറിൽ തന്നെ നമ്മൾ വാല്യൂസ് കൊടുക്കുക. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എത്ര വാല്യൂസ് വേണമെങ്കിലും ഇൻസേർട്ട് ആവാം. ഇനി രണ്ടാമത്തെ റോ ഇൻസേർട്ട് ആവണമെങ്കിൽ അഗെയിൻ ഇൻസേർട്ട് ഇൻറ്റു പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാല്യൂസ്, സെറ്റ് ഓഫ് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക. ഈ മെത്തേഡോ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഓരോ റോയും ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഓരോ ഇൻസേർട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻസേർട്ട് ആവാം. ഓക്കെ, ഇനി നമുക്ക് ഇഫ് യു ഡോണ്ട് ഹാവ് വാല്യൂസ് ഫോർ ഓൾ ദ കോളംസ് യു ക്യാൻ ഒമിറ്റ് സം ഓഫ് ദം. ദാറ്റ് ഈസ് എനിക്ക് എല്ലാത്തിലേക്കും വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനില്ല എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു നൾ എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ അതായത് എനിക്ക് പ്രൊഡക്റ്റ് നമ്പറും നെയിമും മാത്രമേ അറിയുള്ളൂ, വില ദാറ്റ് ഈസ് പ്രൈസ് അറിയില്ല എങ്കിൽ അപ്പോഴും നമ്മൾ ഈ ഒരു സിൻടാക്സ് വെച്ച് ഇങ്ങനെ കൊടുക്കാം. ദാറ്റ് ഈസ് ഇൻസേർട്ട് ഇൻ ടു പ്രൊഡക്ട്സ്, പ്രൊഡക്റ്റ് നമ്പർ, നെയിം, വാല്യൂസ്, വൺ ചീസ്. ദാറ്റ് ഈസ് മൂന്നാമത്തെ കോളമോ അതിൻ്റെ വാല്യൂ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല. അങ്ങനത്തെ സമയത്ത് പ്രൊഡക്റ്റ് നമ്പറിലേക്ക് 1 വരും, നെയിമിലേക്ക് ചീസും വരും. മൂന്നാമത്തെ കോളം സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് മൂന്നാമത്തെ കോളത്തിലേക്ക് നള്ള് വാല്യൂ ആണ് അസൈൻ ചെയ്ത് വരിക. ഓക്കെ, നമ്മൾ നള്ള് പഠിച്ചിട്ടുണ്ട്, അതായത് പ്രത്യേകിച്ച് ഒന്നും വാല്യൂ ഇല്ലെങ്കിൽ നൾ വാല്യൂ വരും. പിന്നെ അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞ കൺസ്ട്രെയിൻ. നമുക്ക് ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റ് ടേബിളിൽ തന്നെ ഒരു പർട്ടിക്കുലർ കോളത്തിന് ഡീഫോൾട്ടായിട്ട് എന്ത് വാല്യൂ വേണോ അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചില കേസിൽ നമ്മൾ ഡീഫോൾട്ടായിട്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഡീഫോൾട്ട് വാല്യൂ, അതായത് ഏത് കോളത്തിനാണോ നമുക്ക് വാല്യൂസ് ഒന്നും സ്പെസിഫൈ ചെയ്യാത്തത് ആ കോളത്തിലേക്ക് നമ്മൾ ഡീഫോൾട്ടായിട്ട് എന്തെങ്കിലും വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരും ചെയ്യും. ഡീഫോൾട്ടായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നൾ വാല്യൂ വരും ചെയ്യും. ഓക്കെ, ഇനി ഇതേ കമാൻഡ് തന്നെ ഇങ്ങനെയും കൊടുക്കാം, അതായത് കോളനെയും സ്പെസിഫൈ ചെയ്യാതെ. അപ്പോൾ അവിടുത്തെ കേസിൽ ഒന്നാമത്തെ കോളത്തിലേക്ക് ഫസ്റ്റ് വാല്യൂ അസൈൻ ചെയ്യും, രണ്ടാമത്തെ കോളത്തിലേക്ക് രണ്ടാമത്തെ വാല്യൂവും അസൈൻ ചെയ്യും, മൂന്നാമത്തെ കോളത്തിലേക്ക് വാല്യൂ ഇല്ലാത്ത കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൾ എന്ന് പറയുന്ന വാല്യൂ വരും ചെയ്യും. അപ്പോൾ വേണമെങ്കിൽ ഒരു കോളം ഒമിറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇൻസേർട്ട് കൊടുക്കാം. അപ്പോൾ ഏത് കോളാണോ ഒമിറ്റ് ചെയ്യണേ അവിടെ നൾ വാല്യൂ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഇൻസേർട്ടിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ കുറേ കൺസ്ട്രൈൻസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈമറി കീ, ഫോറിൻ കീ, യുണീക്ക്, നോട്ട് നൾ, അങ്ങനത്തെ കുറേ കൺസ്ട്രൈൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൈമറി കീ ആയാലും ഫോറിൻ കീ ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള കൺസ്ട്രൈൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് ഒരു ടേബിളിലേക്ക് ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂസ് ഇൻസേർട്ട് ആവുള്ളൂ. അതായത് നമ്മളിപ്പോൾ നള്ളായിട്ട് നോട്ട് നള്ള് കൊടുത്തിട്ടുള്ള ഒരു ഫീൽഡിൽ നമുക്ക് ഒരിക്കലും നൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ നൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ നോക്കി നോട്ട് നള്ളായിട്ടുള്ള ഒരു കോളത്തിലേക്ക് ഞാൻ നൾ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് ഒരിക്കലും ഇൻസേർട്ട് ആവില്ല, അവിടെ എറർ കാണിക്കും. നമ്മൾ കൊടുത്ത കൺസ്ട്രൈൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രമാണ് ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ആ കൺസ്ട്രൈൻറ്റിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും വാല്യൂസിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ. ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിളിലേക്ക് എനിക്ക് ഒരു 5 റോ ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 പ്രാവശ്യം ഇൻസേർട്ട് ഇൻറ്റു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വിളിക്കുകയാണ്. അതായത് ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കോളംസ് ഉള്ള സിൻടാക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോളം നെയിംസ് സ്പെസിഫൈ ചെയ്തു, ദെൻ അതിൻ്റെ വാല്യൂസ് കൊടുത്തു. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ഇൻസേർട്ട് ആവും. ദെൻ അതിനുശേഷം രണ്ടാമത്തെ ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ റോ ഇൻസേർട്ട് ആവും. അങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ ഇൻസേർട്ട് കമാൻഡ് യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും റോസ് ഇൻസേർട്ട് ആവും. ഇവിടെ ആദ്യത്തെ 4 ഞാൻ കോളം നെയിംസ് സ്പെസിഫൈ ചെയ്യുന്ന സിൻടാക്സും അഞ്ചാമത്തേൽ കോളം നെയിംസ് സ്പെസിഫൈ ചെയ്യാത്ത സിൻടാക്സും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് കോളത്തിലേക്ക് 5 ഇൻസേർട്ട് ആവും, സെക്കൻഡ് കോളത്തിലേക്ക് 5 ഇൻസേർട്ട് ആവും, അങ്ങനെ പോകും. ഓക്കെ, സോ
ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിൽ നമ്മൾ മൾട്ടിപ്പിൾ റോസിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ചെയ്തത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരൊറ്റ സിംഗിൾ SQL സ്റ്റേറ്റ്മെന്റ് വഴി മൾട്ടിപ്പിൾ റോസ് ഇൻസേർട്ട് ചെയ്യാം. അതിനുള്ള ഒരു സൂത്രവിദ്യയാണിത്. ദാറ്റ് ഈസ് അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം, എന്നിട്ട് കോളംസ് സ്പെസിഫൈ ചെയ്യുക, വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞ് നമ്മൾ സെമിക്കോളൻ ഇട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവസാനിക്കുന്നതിന് പകരം കോമ ഇട്ടിട്ട് ഇത് ഫസ്റ്റ് റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസിന്റെ സെറ്റ് ആണെങ്കിൽ കോമ ഇട്ടിട്ട് അടുത്ത റോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഇടുക, ദെൻ കോമ ഇടുക, അതിൻ്റെ അടുത്ത റോയ്ക്കുള്ള വാല്യൂസ് ഇടുക, കോമ ഇടുക. അങ്ങനെ എത്ര റോസ് ഉണ്ടോ അതെല്ലാം ഒരുമിച്ച് ഒരൊറ്റ SQL സ്റ്റേറ്റ്മെന്റിൽ തന്നെ എഴുതിയിട്ട് ലാസ്റ്റ് സെമിക്കോളൻ ഇടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ ഒരു ടേബിൾ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ ടേബിളിലേക്ക് എനിക്ക് ഇൻസേർട്ട് ചെയ്യണം, 4 റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് ഈസ് നമുക്കറിയാം ഇതിന്റെ ലാസ്റ്റ് മാത്രമാണ് സെമിക്കോളൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ് നമ്മൾ കോളംസ് സ്പെസിഫൈ ചെയ്തു, വാല്യൂസ് എന്ന് കൊടുത്തിട്ട് ഫസ്റ്റ് റോയിലേക്കുള്ള വാല്യൂസ് എല്ലാം കൊടുത്തു, കോമ ഇട്ടു, ദെൻ രണ്ടാമത്തെ റോയിലേക്കുള്ള വാല്യൂസ് എല്ലാം നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തു, കോമ ഇട്ടു. അങ്ങനെയാണ് എത്ര റോ ഉണ്ടെങ്കിൽ അതെല്ലാം കോമ ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് സെമിക്കോളൻ വെച്ച് അവസാനിപ്പിക്കുക. എന്നിട്ട് ഈ ഒരു SQL സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ 4 റോയും ഒരുമിച്ച് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് 4 തവണ ഇൻസേർട്ട് ഇൻ ടു എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതിന് പകരം ഒരൊറ്റ ഇൻസേർട്ട് ഇൻ ടുവിൽ തന്നെ 4 റോ ഒരുമിച്ച് നമുക്ക് PostgreSQL വഴി ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ആവും. ദാറ്റ് ഈസ് ഈ 4 വാല്യൂസും ഇൻസേർട്ട് ആയിട്ടുള്ള ടേബിൾ നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മൾ ഈ ഇൻസേർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് റോസ് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ് കണ്ടത്. 2 സിൻടാക്സ് കണ്ടു, കോളം നെയിംസ് സ്പെസിഫൈ ചെയ്തിട്ടും കോളം നെയിംസ് സ്പെസിഫൈ ചെയ്യാതെയും. കൂടാതെ നമുക്ക് മൾട്ടിപ്പിൾ റോസ് ഒരൊറ്റ SQL സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളത്. അത്രയാണ് നമ്മൾ ഇൻസേർട്ട് കമാൻഡിൽ പഠിച്ചത്. ഇനി നെക്സ്റ്റ് വരുന്ന കമാൻഡാണ് ഡിലീറ്റ് കമാൻഡ്. ഡിലീറ്റ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് 1 or more റോസ് ഫ്രം എ ടേബിൾ. അപ്പോൾ ഒരു ടേബിളിലേക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസേർട്ട് കമാൻഡ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു ടേബിളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂസിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും ഡിലീറ്റ് ചെയ്യുമ്പോൾ റോ വൈസ് ആണ് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെ ഒരു റോ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യണതാണ് ഡിലീറ്റ് കമാൻഡ് വഴി. ഓക്കെ, ഇനി ഡിലീറ്റ് കമാൻഡിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഡിലീറ്റ് ഫ്രം. മറ്റേത് നമ്മൾ ശ്രദ്ധിക്കുക, ഇൻസേർട്ടിന്റെ കൂടെ ഇൻസേർട്ട് ഇൻടു ആണ് വന്നിരുന്നത്. ഇവിടെ ഡിലീറ്റിന്റെ കൂടെ വരണത് ഫ്രം ആണ്. ഡിലീറ്റ് ഫ്രം ടേബിൾ ഏതാണോ ടേബിളിന്റെ പേര്, ദെൻ വേർ കണ്ടീഷൻ. ഇവിടെ വേർ കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SQL ഏതൊരു സിൻടാക്സ് പഠിക്കുമ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ, വിച്ച് മീൻസ് ഓപ്ഷണൽ ആണ്. അത് കൊടുത്താലും കുഴപ്പമില്ല, കൊടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് വേർ കണ്ടീഷൻ കൊടുക്കും ചെയ്യാം, കൊടുക്കാതിരിക്കും ചെയ്യാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേർ കണ്ടീഷൻ കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എക്സാമ്പിൾ കാണിച്ചു തരാം. ദാറ്റ് ഈസ് ഒരു ടേബിൾ ഉണ്ട്, എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിൾ, 4 ഫീൽഡുകൾ ഉണ്ട്, അതിലെല്ലാം 4 വാല്യൂസും ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ വർക്ക് ചെയ്യുന്ന കമാൻഡാണ് ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം ആണ്. സോ എംപ്ലോയി വേർ കണ്ടീഷൻ വെച്ചിട്ടുള്ള സിൻടാക്സ് ആണ് പറയുന്നത്. ദാറ്റ് ഈസ് വേർ ID = 101. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ്. വേർ എന്ന് പറയുന്ന ക്ലോസ് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും കണ്ടീഷനാണ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ID = 101 ആണ്. സോ ID 101 ആയിട്ടുള്ള റോനെ ഡിലീറ്റ് ചെയ്യാനാണ് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുക. ദാറ്റ് ഈസ് 101 ആയിട്ടുള്ള റോ പോവും. സോ റിസൾട്ട് ഇതാണ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേർ ക്ലോസിൽ എങ്ങനെ വേണമെങ്കിലും കണ്ടീഷൻ കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിലീറ്റ് ഫ്രം എംപ്ലോയി വേർ സാലറി ഗ്രേറ്റർ ദാൻ 25,000 എന്ന് പറഞ്ഞ് കൊടുത്തു വിചാരിക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25,000 എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 25,000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതും പോവും, ഈ റോയും പോവും, ഈ 2 റോയും പോവും. അതുപോലെ തന്നെ ഡിലീറ്റ് ഫ്രം എംപ്ലോയി വേർ സിറ്റി ഈക്വൽ ടു മീററ്റ് എന്ന് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റോ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ കൊടുക്കാനും അതിനനുസരിച്ചുള്ള റോസിനെ മാത്രം ഡിലീറ്റ് ചെയ്യാനുമാണ് നമ്മൾ വേർ കണ്ടീഷൻ ഉപയോഗിച്ചിട്ടുള്ള സിൻടാക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി
വേർ കണ്ടീഷൻ ഇല്ലാതെ നമുക്ക് ഡിലീറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് ഡിലീറ്റ് ഫ്രം എംപ്ലോയി എന്ന് മാത്രം കൊടുത്തു. വേർ കണ്ടീഷൻ കൊടുക്കാതെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിലീറ്റ് ഓൾ റെക്കോർഡ്സ് ഫ്രം എംപ്ലോയി. എംപ്ലോയിയിൽ ഏതൊക്കെ റെക്കോർഡ് ഉണ്ടോ അതെല്ലാം പോകാനാണ് ഡിലീറ്റ് ഫ്രം എംപ്ലോയി എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേബിളിലെ എല്ലാ റെക്കോർഡും പോകും. സോ ആ ടേബിൾ ഇങ്ങനെ നിൽക്കും, അതിലുള്ള വാല്യൂസ് എല്ലാം പോകും. ഓക്കെ, ഇതിൽ ആ സ്ട്രക്ചർ അവിടെ നിൽക്കും, പക്ഷെ അതിലുള്ള വാല്യൂസ് എല്ലാം പോയിട്ടുണ്ടാവും. Okay, so where clause in SQL delete statement is optional and it identifies the rows in the column that gets deleted. ഏതൊക്കെ റോ മാത്രമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്യാൻ where clause വേണം. ഇൻ കേസ് where clause യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റോയും എല്ലാ ഡാറ്റാസും നമുക്ക് നമ്മുടെ കോളത്തിൽ നിന്ന് നഷ്ടപ്പെടും. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ട്രങ്കേറ്റ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് DDL പഠിച്ചപ്പോൾ നമ്മൾ ട്രങ്കേറ്റും ഡ്രോപ്പും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു ഡ്രോപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ടേബിളിന്, അതായത് ട്രങ്കേറ്റ് സ്റ്റേറ്റ്മെന്റും ഡ്രോപ്പ് സ്റ്റേറ്റ്മെന്റും നമുക്ക് ടേബിൾ ഡിലീറ്റ് ചെയ്യാനാണ്, ടേബിൾ ഇല്ലാതെയാക്കാനാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ട്രങ്കേറ്റ് സ്റ്റേറ്റ്മെന്റിന്റെയും ഡ്രോപ്പിന്റെയും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രോപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേബിളും അതിന്റെ സ്ട്രക്ചറും എല്ലാം പോകുന്നതാണ് ഡ്രോപ്പ് സ്റ്റേറ്റ്മെന്റ്. ട്രങ്കേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ അവിടെ നിലനിൽക്കും, പക്ഷെ അതിന്റെ ടേബിൾ മുഴുവൻ പോവും, പക്ഷെ ആ സ്ട്രക്ചർ അവിടെ നിലനിൽക്കാനായിരുന്നു ട്രങ്കേറ്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിരുന്നത്. ഇനി ഇവിടെ പറയുന്നത് ഡിലീറ്റും ട്രങ്കേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിലീറ്റ് ആൻഡ് ട്രങ്കേറ്റ്. ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഓൺലി ഡിലീറ്റ്സ് ദ റോ ഫ്രം ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ഡിഫൈൻഡ് ബൈ where clause or delete all the rows from the table when condition is not specified, but it does not free the space containing by the table. That is, നമ്മൾ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേർ കണ്ടീഷൻ വെച്ചിട്ട് കൊടുക്കാം, അല്ലാതെയും കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് സ്പെസിഫൈ ചെയ്തത് അതിലുള്ള വാല്യൂസ് മാത്രമാണ് പോകുന്നത്, പക്ഷെ അതിലുള്ള ആ റോസ് ഒക്കെ അവിടെ തന്നെ നിൽക്കും, അതിനുള്ളിലുള്ള വാല്യൂ മാത്രമാണ് പോകുന്നത്. പക്ഷെ ട്രങ്കേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഡിലീറ്റ് ഓൾ ദ റോസ് ഫ്രം ദ ടേബിൾ ആൻഡ് ഫ്രീ ദ കണ്ടെയ്നിങ് സ്പേസ്. അത് ആ ഒരു ടേബിളിന്റെ റോസ് ഒക്കെ കളയുന്നതിന്റെ കൂടെ അതിന്റെ സ്പേസ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ സ്പേസും കൂടി ഫ്രീ ആക്കി കിട്ടും. പക്ഷെ ഡിലീറ്റ് വഴി നമുക്ക് ആ സ്പേസ് ഫ്രീ ആയി കിട്ടുന്നില്ല. അതേസമയം ഡ്രോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടേബിളും പോവും, ടേബിളും മൊത്തമായിട്ട് പോവും, സ്പേസും പോവും, അതിന്റെ സ്ട്രക്ചറും എല്ലാം പോവും. ബട്ട് ട്രങ്കേറ്റിലാണെങ്കിൽ അതിൻ്റെ അവിടെ സ്ട്രക്ചർ അവിടെ നിലനിൽക്കുന്നുണ്ടാവും, പക്ഷെ ആ ടേബിളിലെ വാല്യൂസിനൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്ത സ്പേസ് അവിടെ ഫ്രീ ആക്കി കിട്ടും. അതാണ് ഈ മെയിനായിട്ട് ഡിലീറ്റും ട്രങ്കേറ്റും ഡ്രോപ്പും തമ്മിലുള്ള ഡിഫറൻസുകൾ വരുന്നത്. അതിൽ ഡിലീറ്റ് എന്ന് പറയുന്നത് ഒരു DML കമാൻഡാണ്. ദാറ്റ് ഈസ് അത് വാല്യൂസിനെ ഡിലീറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം ട്രങ്കേറ്റും ഡ്രോപ്പും DDL കമാൻഡാണ്. ദാറ്റ് ഈസ് ഒരു ടേബിളിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ട്രങ്കേറ്റും ഡ്രോപ്പും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത്. ഡിലീറ്റും അതുപോലെ ഇൻസേർട്ടും, ഈ രണ്ട് കമാൻഡും DML കമാൻഡുകളിൽ ഇന്ന് കവർ ചെയ്തു. നിങ്ങൾക്ക് ടോപ്പിക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. താങ്ക് യു.